നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPMന്റെ രാജിനിർദ്ദേശം തള്ളിയ തൊടുപുഴ നഗരസഭാ അധ്യക്ഷനുള്ള പിന്തുണ പിൻവലിച്ച LDF. നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ രാജി CPM ആവശ്യപ്പെട്ടത് കൈക്കൂലി കേസിൽ വിജിലൻസ് പ്രതി ചേർത്തതോടെ. രാജിയില്ലെന്ന് പ്രഖ്യാപിച്ച ചെയർമാനെതിരെ സമരം ചെയ്യുമെന്നും LDF നേതൃത്വം. കരുണാപുരം കൂട്ടാറിലെ കയ്യേറ്റ ഭൂമിയിലുള്ള CPയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നടപടി ആരംഭിക്കുന്നു. അനധികൃത കെട്ടിടം ഒഴിപ്പിക്കാൻ ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും. ഇടുക്കിയിൽ വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കു മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുകളും അന്വേഷിക്കണമെന്ന UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ജില്ലയിൽ പട്ടയം ലഭിക്കുവാനുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യം. ഈ വർഷവും ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിലെ UP സ്കൂൾ കുട്ടികൾ പഠനത്തിന് ഫീസ് നൽകണം. LPക്കും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും UP വിഭാഗം പ്രവർത്തിക്കുന്നത് അൺഎയ്ഡഡായി. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതീക്ഷിച്ചിരുന്നത് ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കുമെന്ന്. വിശദമായ വാർത്തകൾ. CPMന്റെ രാജിനിർദ്ദേശം തള്ളിയ തൊടുപുഴ നഗരസഭാ അധ്യക്ഷനുള്ള പിന്തുണ LDF പിൻവലിച്ചു. കൈക്കൂലി കേസിൽ വിജിലൻസ് പ്രതി ചേർത്തതോടെയാണ് തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ രാജി CPM ആവശ്യപ്പെട്ടത്. രാജിയില്ലെന്ന് പ്രഖ്യാപിച്ച ചെയർമാനെതിരെ സമരം ചെയ്യുമെന്നും LDF നേതൃത്വം വ്യക്തമാക്കി. തൊടുപുഴ നഗരസഭയിലെ രാഷ്ട്രീയം ദിവസങ്ങൾ കഴിയും തോറും കുഴഞ്ഞുമറിയുകയാണ്. കൈക്കൂലിക്കേസിൽ പ്രതിയായ LDF പിന്തുണയുള്ള നഗരസഭാ ചെയർമാനോട് രാജിവെച്ചൊഴിയുവാൻ CPM ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം ചെയർമാൻ പരസ്യമായി തള്ളി. ഇതോടെയാണ് LDF കൗൺസിലർമാർ ചെയർമാനുള്ള പിന്തുണ പിൻവലിക്കുന്നത്. CPM നിർദ്ദേശത്തെ ചെയർമാൻ സനീഷ് ജോർജ് തള്ളിക്കളഞ്ഞതും അവധി അപേക്ഷ നൽകിയിരിക്കെ നഗരസഭാ ഓഫീസിലെത്തി ഫയലുകൾ ഒപ്പിട്ടതുമെല്ലാം LDF നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സനീഷ് ജോർജ് ഉൾപ്പെടെ LDFന് 14, UDFന് 12, BJPക്ക് 8 അംഗങ്ങളാണ് തൊടുപുഴ നഗരസഭയിലുള്ളത്. അംഗബലമില്ലാത്തതിനാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ചെയർമാനെ പുറത്താക്കാൻ LDFന് കഴിയാത്ത സാഹചര്യത്തിലാണ് പിന്തുണ പിൻവലിച്ചതെന്ന് CPM ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. തൊടുപുഴയിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിലവിൽ സനീഷ് ജോർജിനുള്ള തൊടുപുഴ നഗരസഭാ അധ്യക്ഷനുള്ള പിന്തുണ പിൻവലിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരിക്കുകയാണ്. പിന്തുണ പിൻവലിക്കുകയും തുടർന്നുള്ള കൗൺസിൽ യോഗങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 13 കൗൺസിലർമാർ ബ്ലോക്കായിരുന്ന് തുടർന്ന് വരുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചെയർമാൻ രാജിവെക്കുന്നത് വരെ സമരപരിപാടികൾ തുടരാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമെടുത്തിരിക്കുന്നത്. ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് UDFും BJPയും സമരം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ LDF കൂടി സമരം ശക്തമാക്കുന്നതോടെ നഗരസഭയും കൗൺസിൽ യോഗവും ഉൾപ്പെടെ കലുഷിതമായേക്കും. കരുണാപുരം കൂട്ടാറിലെ കയ്യേറ്റ ഭൂമിയിലുള്ള CPയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നടപടി ആരംഭിക്കുന്നു. അനധികൃത കെട്ടിടം ഒഴിപ്പിക്കാൻ ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ നിർദ്ദേശം നൽകി. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുമാണ് കത്ത് നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന് അന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും തുടർന്ന് നിർമ്മാണം നിലയ്ക്കുകയുമായിരുന്നു. തുടർന്ന് ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടത്തിൽ കഴിഞ്ഞയിടെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. ഇതോടെയാണ് അനാഥമായി കിടന്ന കെട്ടിടം വിവാദത്തിലായത്. 5 ഷട്ടർ മുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിടം ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഭൂരേഖ തഹസിൽദാർ PWDയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തോട് പുറമ്പോക്കും കയ്യേറിയിട്ടുള്ളതിനാൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോടും നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടുക്കിയിൽ വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കു മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുകളും അന്വേഷിക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ജില്ലയിൽ പട്ടയം ലഭിക്കുവാനുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും ജോയി വെട്ടിക്കുഴി വണ്ടിപ്പെരിയാറിൽ ആവശ്യപ്പെട്ടു. ഇടുക്കിയിൽ വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാൻ IG K സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമിനെ നിയമിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇടുക്കി മുൻ കളക്ടറും സാമൂഹിക ക്ഷേമവകുപ്പ് ഡയറക്ടറുമായ H ദിനേശൻ, ഇടുക്കി നാർക്കോട്ടിക്സ് DYSP പയസ് ജോർജ് എന്നിവരാണ് ടീമിലെ മറ്റംഗങ്ങൾ. ഈ സാഹചര്യത്തിലാണ് UDF ജില്ലാ നേതൃത്വം വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. ഒരു സൈഡിൽ കൂടി ഗവൺമെന്റും മറു സൈഡിൽ കൂടി കോടതിയും പോകുന്നതല്ലാതെ ഈ പട്ടയ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി
പട്ടയം കിട്ടാത്ത ആളുകൾക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നീക്കുപോക്കുകളും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ പട്ടയം കിട്ടാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയഭേദകമായ കാര്യമാണ്. ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം, അതായത് വ്യാജപ്പട്ടയങ്ങൾ ഉണ്ടായിരിക്കുന്നതെല്ലാം ഇവിടുത്തെ ഭരണകക്ഷികളുടെ അവരുടെ പിന്തുണയോടുകൂടിയും അവരുടെ നിശബ്ദമായ ഒരു അംഗീകാരത്തോടു കൂടിയുമായാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമായ ഒരു കാര്യമെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ സ്വാധീനവും അതോടൊപ്പം തന്നെ ഇടപെടലുകളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഈ പറയുന്ന വ്യാജപ്പട്ടയ ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും അന്വേഷണം നടത്തി അതിനകത്തെ ഗൂഢാലോചന, അതിനകത്തെ അഴിമതി, അതിനകത്തെ കൈക്കൂലി, അതോടൊപ്പം തന്നെ അതിനകത്ത് സർക്കാർ ഭൂമി അനർഹമായി കൊള്ളയടിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ ഇക്കാര്യത്തിന് ഒരു പ്രതിവിധിയാവൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യാജ പട്ടയങ്ങളുടെ കാര്യത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ജില്ലയിൽ പട്ടയം ലഭിക്കുവാനുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും UDF നേതൃത്വം ആവശ്യപ്പെട്ടു. ഈ വർഷവും ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിലെ UP സ്കൂൾ കുട്ടികൾ പഠനത്തിന് ഫീസ് നൽകണം. LPക്കും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും UP വിഭാഗം അൺഎയ്ഡഡ് ആയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ. LPക്കും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും UP വിഭാഗം അൺഎയ്ഡഡായി പ്രവർത്തിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. എല്ലാ വിഷയങ്ങൾക്കുമായി ആകെയുള്ളത് 2 അധ്യാപകർ. 5, 6, 7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠനം ഒരുമിച്ച ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റു ക്ലാസ്സുകാർ വെറുതെ ഇരിക്കണം. സൗജന്യ പാഠപുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം, യൂണിഫോം തുടങ്ങിയവയൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. எங்களுக்கு இந்த யூபிக்கு சாப்பாடு கிடைக்கிறதுல நிறைய பேர் தூரத்துலேருந்து வரவங்களாம் எங்களுக்கு ஸ்கூல் ஃபீஸு, டியூஷன் ஃபீஸு இதெல்லாம் கட்ட முடியாது. அப்பா அம்மாலாம் வீட்டில் இருக்க சொல்கிறாங்க. அதுக்கு பஸ்ஸு இது வரதில்லை, நமக்கு தூரத்துலேருந்து வரதுனால சாப்பாடு எதுவும் கிடைக்கிறது. തോട്ടം മേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഉടുമ്പൻചോല സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഹൈസ്കൂളിനും LPക്കും അംഗീകാരമുണ്ടെങ്കിലും UP അൺഎയ്ഡഡായി PTA നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. UP വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി ഓരോ വിദ്യാർത്ഥിയും മാസം 300 രൂപ വീതം ഫീസ് നൽകണം. കഴിഞ്ഞ വർഷം 4ൽ പഠിച്ച 5 കുട്ടികൾ UPയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല. 10ലധികം കുട്ടികൾ UP ക്ലാസുകളിൽ നിന്ന് TC വാങ്ങിയിട്ടുമുണ്ട്. തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നതിനാണ് TC വാങ്ങുന്നതെങ്കിലും പല കുട്ടികളുടെയും പഠനം മുടങ്ങുന്ന സാഹചര്യമാണുള്ളതെന്ന് അധ്യാപകർ പറയുന്നു. അവിടെ ഉടുമ്പൻചോല സ്കൂളിലെ UP പിള്ളേർക്ക് 13 വർഷമായിട്ട് അംഗീകാരം കിട്ടിയിട്ടില്ല. ഓരോ വർഷവും കുറേ പിള്ളേർ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ മറ്റു ക്ലാസ്സിലെ ഉള്ള ഗവൺമെൻറ് കിട്ടുന്ന എല്ലാ അംഗീകാരവും ഈ പിള്ളേർക്ക് കിട്ടുന്നില്ല. പറഞ്ഞ് കഴിഞ്ഞ വർഷം 60 കുട്ടികൾ ഉണ്ടായിരുന്നു, ഈ വർഷം 42 കുട്ടികളെ കാണുവാനുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവിടെ ഗവൺമെൻറ് അംഗീകാരം ഇല്ലാതെ കൊണ്ട് പിള്ളേർക്ക് ടീച്ചേഴ്സ് ഇല്ല, 2 ടീച്ചേഴ്സ് മാത്രമേ ഞങ്ങളുമുണ്ട്, 3 ക്ലാസ്സും ഞങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇനി ടീച്ചേഴ്സ് ഇട്ടാലും PTA അമൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പിള്ളേർ ഓരോ മാസം 300 രൂപ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 2 പേരും സാലറി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്, പിള്ളേർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കിട്ടുന്ന യൂണിഫോം, ബുക്ക്, പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ പൈസ കൊടുക്കുന്നു, പിള്ളേർ യൂണിഫോം, ബുക്സ് എല്ലാവർക്കും പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുത്താണ് പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. UP വിഭാഗത്തിന് അംഗീകാരം ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും സ്കൂളിലുണ്ട്. കഴിഞ്ഞ നവകേരള സദസ്സിലും അപേക്ഷ നൽകിയിരുന്നതായി സ്കൂൾ ഹെഡ്മാസ്റ്റർ ശിവകുമാർ പറയുന്നു. ഉടുമ്പൻചോല ഗവൺമെൻറ് ഹൈസ്കൂളിൽ LP വിഭാഗത്തിനും ഹൈസ്കൂളുമാണ് അംഗീകാരമുള്ളത്. എന്നാൽ PTA സഹായത്തോടുകൂടി, ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ഇവിടെ 5, 6, 7 ക്ലാസ്സുകൾ UP സെക്ഷനായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇതിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും PTA ഭാഗത്തുനിന്നും തദ്ദേശ സ്വയംഭരണ ഭാഗത്തും ത്രിതല പഞ്ചായത്തെല്ലാം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ സ്കൂളിൽ UP സെക്ഷൻ അനുവദിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ 5, 6, 7 ക്ലാസ്സുകളിൽ 60 കുട്ടികളും നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ
സ്കൂളിലേക്ക് വരുവാൻ അത് സാഹചര്യം ഒരുക്കുന്ന ഒരു ഇതുണ്ടാകും. അംഗീകാരമില്ലാത്തതിനൊപ്പം എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരവും നിലനിർത്താനാകുന്നില്ല. കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്ന് BJP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വഞ്ചനാപരമായ നിലപാടുകൾ വെടിഞ്ഞ് ജനങ്ങളോടൊപ്പം നിന്ന് കേന്ദ്ര നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2023 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ 1980 കേന്ദ്ര വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നത്. നിരവധി ലക്ഷ്യങ്ങൾ മുൻനിർത്തി കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതിയിൽ 1996 ഡിസംബറിന് മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഭൂമി നിലവിൽ വനഭൂമിയാണെങ്കിലും തരം മാറ്റി നൽകുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. ഈ നിയമ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കും പട്ടയ പ്രശ്നങ്ങൾക്കും വനമേഖലയിൽ കേന്ദ്ര വനനിയമത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന റോഡ് നിർമ്മാണങ്ങൾക്കും ആദിവാസി മേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പട്ടയം ലഭിക്കാനുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ചിരകാല സ്വപ്നത്തെ തച്ചുടയ്ക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോടുള്ള വലിയ വഞ്ചനാപരമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. കാരണം 2023 രണ്ടാം നരേന്ദ്രമോദി സർക്കാരാണ് 1980 കേന്ദ്ര വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത്. ആ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ സർക്കാർ വലിയ രീതിയിലുള്ള വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 1980 വനഭൂമി ഭേദഗതി, ഈ ഭേദഗതി പ്രകാരം 1996 ഡിസംബറിന് മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഭൂമി, അത് വനഭൂമിയായാലും ജനങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ഇപ്പോൾ തരം മാറ്റി നൽകാനുള്ള ആനുകൂല്യങ്ങൾ ഈ നിയമ ഭേദഗതിയിലൂടെ ജനങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. ഈ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീമതി KK രമ MLA ചോദ്യത്തിന് മറുപടിയായി ബഹുമാനപ്പെട്ട വനം മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെയും കേരളത്തിൽ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മെയ് മാസം 16-ാം തീയതി ഒരു സമിതിയെ സംസ്ഥാന സർക്കാർ നിയമിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്രം നൽകിയിട്ടുള്ള സമയബന്ധിതമായ ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം നടപ്പാക്കുന്നതിന് വേണ്ടി വിദഗ്ധ സമിതിയെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സമിതി ആരാണ്? ആ വിദഗ്ധ സമിതിയെ ജനങ്ങൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ആ വിദഗ്ധ സമിതിക്ക് ജനങ്ങൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? ഇങ്ങനെ യാതൊരു അറിവും ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഈ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ യാതൊരു താൽപര്യവും കാണിക്കുന്നില്ല. കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ലാൻഡ് റവന്യൂ കമ്മീഷണർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ 2024 മെയ് 16 ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഈ സമിതിയെ എങ്ങനെ സമീപിക്കണമെന്നോ അപേക്ഷകളും രേഖകളും എവിടെ ഹാജരാക്കണമെന്നോ യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അന്തിമ റിപ്പോർട്ട് നൽകി കേന്ദ്രം അത് പരിഗണിച്ചാൽ കുടിയേറ്റ കർഷകർ കുടിയേറ്റ കാലത്ത് പൊന്നുവിളിയിച്ച നിരവധി കുടിയേറ്റ ഭൂമികൾ എന്നേക്കുമായി വനഭൂമിയായി മാറും. ഇനി ഇത്തരത്തിലൊരു ആനുകൂല്യം ഒരുപക്ഷെ മലയോര ജനതയ്ക്ക് ലഭിച്ചെന്നു വരില്ലെന്നും രതീഷ് വരകുമല പറഞ്ഞു. അടിമാലി ടൗണിൽ പഞ്ചായത്ത് ടൗൺ ഹാളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുൻഭാഗത്തേക്ക് മരം കടപുഴകി വീണു. അപകടത്തിൽ ബസ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. പാതയോരത്തു നിന്നിരുന്ന മരം ബസ്സിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിന് മുൻഭാഗത്തേക്കാണ് മരം കടപുഴകി വീണത്. മരം വീണതോടെ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. രാജാക്കാട് സ്വദേശിനിയായ ബസ് യാത്രക്കാരിക്ക് ചെറിയ പരിക്കേറ്റു. ഇവരെ പ്രാഥമിക ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. അടിമാലി അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തിയാണ് ബസ്സിന് മുകളിലേക്ക് വീണ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
പാതയോരത്ത് ചുവട് ദ്രവിച്ച് ബലക്ഷയം വന്നു നിന്നിരുന്ന മരമാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്ക് വീണത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ മരത്തിന്റെ ശിഖരം ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിരുന്നു. തോപ്രാംകുടിക്കും മുരിക്കാശ്ശേരിക്കും ഇടയിൽ സ്വകാര്യ ബസും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. ബാത്തിക്കുടി സ്വദേശികളായ കുളത്തിങ്കൽ ജോസും ഭാര്യയും സഞ്ചരിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് ഇവർ മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. സ്കൂട്ടർ ഓടിച്ചിരുന്ന ജോസിന് ഗുരുതരമായി പരിക്കേറ്റു. ഇദ്ദേഹത്തെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നെടുങ്കണ്ടത്ത് മുഖംമൂടിധാരികളായ യുവാക്കൾ ബൈക്ക് മോഷ്ടിച്ചു കടത്തി. നെടുങ്കണ്ടത്തെ ഇരുചക്ര വാഹന സർവീസ് സെന്ററിൽ നിന്നുമാണ് ബൈക്ക് നഷ്ടമായത്. ഒരു മാസം മുമ്പ് കുഞ്ചിത്തണ്ണിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട മറ്റൊരു ബൈക്ക് നെടുങ്കണ്ടം പാറത്തോട്ടിൽ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന യമഹ സർവീസ് സെന്ററിലെ ജീവനക്കാരന്റെ ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത്. മുഖംമൂടി ധരിച്ചെത്തി ആദ്യം പരിസരം വീക്ഷിച്ചു. സമീപത്തെ കടയ്ക്ക് മുൻപിൽ കിടന്നുറങ്ങിയവരെയും വീക്ഷിച്ചു. ഇതിനുശേഷമാണ് മോഷണം നടത്തിയത്. ഉടുമ്പൻചോല ഭാഗത്തേക്കാണ് ബൈക്കുമായി യുവാക്കൾ പോയത്. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം പാറത്തോട്ടിൽ മറ്റൊരു ബൈക്ക് ഇതേ സംഘം ഉപേക്ഷിച്ചു. തകരാറായതിനെ തുടർന്നാണ് ഈ ബൈക്ക് ഉപേക്ഷിച്ചത്. സംഘം വാഹനം തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ വാഹനം ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു മാസം മുമ്പ് കുഞ്ചിത്തണ്ണിയിൽ നിന്നും കാണാതായ ബൈക്കാണ് പാറത്തോട്ടിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വെള്ളത്തൂവൽ പോലീസിൽ കേസുണ്ട്. മോഷ്ടിച്ച ബൈക്കിലും മറ്റൊരു കാറിലുമായാണ് സംഘം നെടുങ്കണ്ടത്ത് എത്തിയതെന്നാണ് സൂചന. നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ CPIയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റ് സംഘടന ദേവികുളത്ത് നടത്തിയ പ്രതിഷേധത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് CPI ആണെന്നിരിക്കെ ഇപ്പോൾ നടത്തിയ സമരം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളതാണെന്ന് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് C. നെൽസൺ പറഞ്ഞു. ഇതിനോടകം വിഷയത്തിൽ കോൺഗ്രസ് സമരം നടത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും C. നെൽസൺ വ്യക്തമാക്കി. ദേവികുളത്ത് പ്രത്യേകിച്ച് മൂന്നാർ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റുകളിൽ ഇരിക്കുന്ന തൊഴിലാളികൾക്ക് SC ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ താലൂക്കിലും വില്ലേജിലും ആളുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യമാണ്. മാസക്കണക്കിന് നാളുകൾ കയറിയിറങ്ങേണ്ട സൂழ்நிலைയായിട്ടുള്ളത്. പക്ഷേ ഇതിനെതിരെ കോൺഗ്രസ് കക്ഷി മൂന്നാർ മാട്ടുപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം സമരം ചെയ്തുകൊണ്ടായിരുന്നു താലൂക്ക് ഓഫീസിന് മുമ്പിൽ. എന്നാൽ ഭാരത് ദളിത് സംഘടന CPIയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തുന്നുണ്ടായി. അതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. CPIയുടെ മുതിർന്ന നേതാവ് ശ്രീ പളനിവേൽ അവർകളാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. CPIയുടെ കയ്യിലിരിക്കുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പ്. CPIയുടെ നേതാവ് ശ്രീ പളനിവേൽ അവർകൾ CPIയുടെ മിനിസ്റ്ററെ വിളിച്ച് ഈ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ അവർ ചെയ്യുന്നില്ല. നിയമസഭ നടക്കുന്ന ഈ സാഹചര്യത്തിൽ മന്ത്രിമാരെ കൊണ്ടോ അല്ലെങ്കിൽ ദേവികുളത്തിൻ്റെ MLA കൊണ്ടോ ഇത് നിയമസഭയിൽ പറയിപ്പിക്കാനും ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് മുറ്റിലും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള സമരം മാത്രമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ വൈകിപ്പിച്ചാൽ ഇനിയും പ്രക്ഷോഭമായിട്ട് താലൂക്കിലും വില്ലേജിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ഉണ്ടാകും. കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ വീട് അപകടാവസ്ഥയിലായി. രാജകുമാരി മഞ്ഞുമേൽക്കുടി വർഗീസ് ജോർജിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. സംരക്ഷണ ഭിത്തി തകർന്നതോടെ സമീപത്തുകൂടി കടന്നുപോകുന്ന രാജകുമാരി നോർത്ത് മഞ്ഞക്കുടി റോഡും അപകടാവസ്ഥയിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയും രാജകുമാരി നോർത്ത് മഞ്ഞക്കുടി റോഡിന്റെ കൽക്കെട്ടും തകരുകയായിരുന്നു. വീട്ടിലേക്കുള്ള വഴിയും തടസ്സപ്പെട്ടു. രാത്രി 11 മണിയോടെയാണ് വലിയ ശബ്ദത്തോടെ മതിൽക്കെട്ട് തകർന്നു വീണത്. ഈ സമയത്ത് വയോധികരായ വർഗീസും ഭാര്യയും മറിയക്കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. തുടർന്ന് സമീപത്തെ വീട്ടിൽ അഭയം തേടിയതായി വർഗീസ് പറഞ്ഞു. രാത്രി കഴിഞ്ഞ വ്യാഴാഴ്ച മഴ കാറ്റും ഉണ്ടായിരുന്നു. രാത്രി 11 മണിക്ക്
ഇടിഞ്ഞ് എൻ്റെ 12 ഭിത്തി എല്ലാം പോയി. എല്ലാ സ്ഥലത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എനിക്ക് 76 വയസ്സായി. ഇനിയത് എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കല്ല് പറക്കി മാറ്റാൻ പറഞ്ഞു. കല്ല് പറക്കി മാറ്റിയിട്ട് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തോളാമെന്ന് പറഞ്ഞു. അത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിൽ വശമില്ല, അതുകൊണ്ട് എനിക്കത് കഴിയാത്തൊരു രീതിയിലാണ് വന്നിക്കണമെന്ന് പറഞ്ഞു. കൽക്കെട്ട് തകർന്നതോടെ റോഡും അപകടാവസ്ഥയിലായിരിക്കുകയാണ്. റോഡിന്റെയും വീടിന്റെയും സംരക്ഷണ ഭിത്തി ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു നൽകണമെന്നാണ് പ്രദേശവാസികളുടെയും വർഗീസിന്റെയും ആവശ്യം. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയദൈർഘ്യം കുറയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം. പലപ്പോഴും OP സമയം അവസാനിച്ചു കഴിയുമ്പോഴാണ് പരിശോധനാ ഫലം ലഭിക്കുന്നതെന്നും ഇത് ദൂരമേഖലകളിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നുവെന്നുമാണ് ആക്ഷേപം. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിവിധങ്ങളായ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് താലൂക്ക് ആശുപത്രിയിലെ ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയദൈർഘ്യം രോഗികൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്ന ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. മറയൂരും വട്ടവടയും അടക്കമുള്ള ദൂരമേഖലകളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു. രാവിലെ ഡോക്ടർമാരെ കണ്ടിറങ്ങിയ ശേഷമാകും പരിശോധനയ്ക്കായി ഇവർ ലാബിലെത്തുക. ലാബിൽ നിന്നും പരിശോധനാ ഫലം ലഭിച്ച് തിരികെ OPയിൽ എത്തുമ്പോഴേക്കും OP സമയം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും ഇത് ദൂര മേഖലകളിൽ നിന്ന് എത്തുന്നവർക്ക് ദുരിതമാകുന്നുവെന്നും രോഗികൾ പറയുന്നു. ദേവികുളം താലൂക്ക്, ഇടുക്കി, ഉടുമ്പൻചോല താലൂക്കുകളിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വന്നു പോകുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ അടിമാലി താലൂക്ക് ആശുപത്രി. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികളും ആശുപത്രി വിരുദ്ധ സമിതിയെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യമായ ഒരു പുരോഗതിക്ക് വരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് പറയുന്നത്. കാരണം അടിമാലി താലൂക്ക് ആശുപത്രി ലാബിൻ്റെ പ്രവർത്തനം നടത്തുന്നു. ഇപ്പോൾ എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇല്ല, അത് മറ്റ് സ്വകാര്യ മേഖലയിലേക്ക് അത് മാറ്റപ്പെട്ടു. ലാബിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപകമായി പരാതിയുണ്ട്. രാവിലെ 8 മണിക്കും 8:30ക്കും 8:45 ഡോക്ടർമാരെ കണ്ടിട്ട് അവിടെ ലാബിൻ്റെ പരിശോധന, രക്തമോ എന്തെങ്കിലും രീതിയിൽ പരിശോധന ഉണ്ടെങ്കിൽ ആ പരിശോധനയുടെ റിസൾട്ട് കൊടുക്കുന്നത് 11:30ക്കും 12 മണിക്കും 11 മണിക്ക് ശേഷം. അങ്ങനെയാണ് അവർ അവിടുന്ന് നേഴ്സുമാർ എഴുതി കൊടുക്കുന്നത്. പക്ഷേ ഇത് ഒരു പാവപ്പെട്ട ഒരു രോഗി ഇവിടെ വന്നു പോവുകയാണ്, ദൂരെ സ്ഥലത്ത് നിന്ന് വരുവാണെങ്കിൽ ഈ OPയിലുള്ള ഡോക്ടർമാരെ കാണണമെങ്കിൽ 11:30ക്ക് ശേഷം 12ക്ക് ശേഷം ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാരെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ റിസൾട്ട് ഇവർ കൊടുക്കുന്നത് തന്നെ വളരെ വൈകിയാണ്. അതുകൊണ്ട് ഇത് സ്വകാര്യ ലാബുകളെ സംരക്ഷിക്കാനും സ്വകാര്യ ലാബുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ ലാബിലെ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ആളുകൾ കാണുന്നത്. ഇത് ഈ പരിശോധനയ്ക്ക് ലാബിലെ പരിശോധനയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങൾ എത്രയും പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം വൈകുന്ന ഒരവസ്ഥയിലേക്ക് വളരെ അടിയന്തരമായി ആശുപത്രി വികസന സമിതിയും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗികൾക്ക് ഈ പരിശോധന റിസൾട്ട് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. പരിശോധനാ ഫലം ഡോക്ടർമാരെ കാണിക്കാൻ കഴിയാതെ വരുന്നതോടെ പിന്നീട് ഏറെ സമയം കാത്തു നിൽക്കേണ്ടി വരികയോ അടുത്ത ദിവസം എത്തി ഡോക്ടറെ കാണേണ്ടി വരികയോ ചെയ്യുന്നു. ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയദൈർഘ്യം കുറയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 7-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6:30 കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെൻസ് കുര്യൻ ക്ലബിന്റെ 44ാമത് പ്രസിഡന്റായും ജെബിൻ ജോസ് സെക്രട്ടറിയായും കെ ശശിധരൻ ട്രഷററായും ചുമതലയേൽക്കും. ഇൻസ്റ്റാളിംഗ് ഓഫീസർ KB ഷൈൻകുമാർ സ്ഥാനാരോഹണ കർമ്മം നടത്തും. ഡിസ്ട്രിക്ട് സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താൻ നിർവഹിക്കും. ക്ലബ് സർവീസ് പ്രൊജക്ട് ഉദ്ഘാടനം റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് നിർവഹിക്കും. അന്നേ ദിവസം ഇൻസ്റ്റാളിംഗ് ഓഫീസറായിട്ട് ലയൺ KB ഷൈൻകുമാർ PMGF മുഖ്യ കാർമ്മികത്വത്തിൽ നമ്മുടെ ഇൻസ്റ്റലേഷൻ നടത്തുന്നതാണ്. പ്രസിഡന്റായിട്ട് ലയൺ സെൻസ് കുര്യനും സെക്രട്ടറിയായിട്ട് ലയൺ ജെബിൻ ജോസും ട്രഷററായിട്ട് ലയൺ കെ ശശിധരനും ചാർജ് എടുക്കുന്നതാണ് അന്നേ ദിവസം. ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതികളായി ഡിസ്ട്രിക്ട് വിഭാവനം ചെയ്തിട്ടുള്ളത് ഭവനരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ജൈവ പച്ചക്കറി കൃഷി, ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയവയാണ്.
കട്ടപ്പന ക്ലബ്ബ് എല്ലാ വർഷവും 1-2 പേർക്ക് വീടുകൾ, ഭവനരഹിതരായ ആൾക്കാർക്ക്, ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട്. ഈ വർഷവും മെയിൻ സർവീസ് പ്രോജക്റ്റ് അതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓട്ടോറിക്ഷയിലൊക്കെ നമ്മുടെ പുതിയ മിനിസ്റ്റർ വന്നതിന് ശേഷം ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ കമ്പൽസറി ആക്കാൻ പോവുകയാണ്. അപ്പം അത് എല്ലാ ആൾക്കാർക്കും വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഏകദേശം ഒരു 1500 രൂപയൊക്കെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ വില വരുന്നത്. അത് തികച്ചും സൗജന്യമായിട്ട് സാധിക്കുന്ന അത്രയും ആൾക്കാർക്ക് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സെൻസ് കുര്യൻ, ജെബിൻ കോലത്ത, കെ ശശിധരൻ, ജോർജ് തോമസ്, അമൽ മാത്യു, അലൻ വിൻസെന്റ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈ നടിയിലും ബോധവൽക്കരണ സെമിനാറും നടന്നു. ഹൈറേഞ്ച് സർക്കിൾ CCF RS അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. ജൂലൈ 1 മുതൽ 7 വരെ നടക്കുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈ നടിയിലും സെമിനാറും സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഹൈറേഞ്ച് സർക്കിൾ CCF RS അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കാലഘട്ടം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. നമ്മളുടെ വലിയ ചലഞ്ചാണ്. ഇനി എങ്ങനെ അതിനെ തരണം ചെയ്യും, എങ്ങനെ നമ്മളുടെ മനുഷ്യർ എങ്ങനെ അതിനെ തരണം ചെയ്യും എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനുഷ്യരുടേതായിട്ടുള്ള നീഡ്സ് ഉണ്ട്. ഇപ്പം നിരവധി നമ്മളുടെ ഈ പ്രവൃത്തികൾ, ഇപ്പം റോഡ്, അല്ലെ ബിൽഡിങ്സ്, അല്ലെ നമ്മുടെ പാർപ്പിടം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതി എന്താണോ തന്നത് അതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പണ്ട് കാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയൽ വിപ്ലവം നടന്ന സമയങ്ങളിൽ പ്രകൃതിയെ അത്രയും മനുഷ്യർ ആ രീതിയിൽ കണ്ടിരുന്നില്ല. പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് കാലാവസ്ഥ വ്യതിയാനം, എങ്ങനെയാണ് ഇപ്പോൾ ഒരു ദിവസം മഴ, അടുത്ത ആഴ്ച നോക്കുമ്പം നമുക്ക് ഡ്രൗട്ടാണ്, വരൾച്ചയാണ്. അപ്പോൾ ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളല്ല. സ്കൂൾ PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ N രാജേഷ്, അരുൺ സെൽവൻ IFS, അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് ഓഫീസർ അരുൺകുമാർ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷിനു മാനുവൽ, സീനിയർ അസിസ്റ്റന്റ് സിബി ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് ജെയ്മോൻ അഴകംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മലയോര ഹൈവേയുടെ ഭാഗമായുള്ള ഓട നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി. കട്ടപ്പന ഇടുക്കി കവല മുതൽ ITI ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിലാണ് അപാകതകൾ ഉള്ളത്. വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും അപകടമുണ്ടാക്കുന്ന രീതിയിലുമാണ് നിലവിലെ നിർമ്മാണമെന്നാണ് ആരോപണം. മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഓട നിർമ്മാണത്തിലാണ് അശാസ്ത്രീയത ഉയർന്നിരിക്കുന്നത്. ഇടുക്കി കവല മുതൽ ITI ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ ഫുട്പാത്തോടു കൂടിയ ഓടകളുടെ നിർമ്മാണത്തിൽ ആദ്യം മുതൽക്കേ പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അപകടങ്ങൾ പരിഹരിക്കാൻ അധികൃതർക്കായിട്ടില്ല. നിലവിൽ ഓട നിർമ്മിച്ച പലയിടത്തും അപകടക്കെണി രൂപപ്പെട്ടിരിക്കുകയാണ്. ഓരോ കടക്കാരുടെയും വ്യക്തി താല്പര്യം അനുസൃതമായിട്ട് കലിങ്ങിന്റെ ഏറ്റക്കുറച്ചിലെ പൊക്കവെത്തി വ്യത്യാസം ഉണ്ടാകുന്നു. അത് തന്നെയല്ല അശാസ്ത്രീയമായ നിർമ്മാണം. കട്ടപ്പനയ്ക്ക് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു പാപ്പ. ആ പാപ്പയുടെ കാലത്ത് കട്ടപ്പന ടൗണിൽ മുഖസൗന്ദര്യം ഉണ്ടായിരുന്നു, ഒരു നടപ്പാത ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം തോന്നിയതുപോലെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചാണ് വഴിയുടെ സൗന്ദര്യം ഉണ്ടാവുക. ഇതിന് മാറ്റം വരുത്തണം. ഈ ഓടയിൽ ആൾക്കാർ ഇതിൽ നടന്നു പോകുമ്പോൾ തട്ടി വീഴുന്നു, അതിൻ്റെ അകത്ത് മറിഞ്ഞു വീണു, കഴിഞ്ഞ ദിവസം ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വിട്ടു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ റോഡിന്റെയും വ്യാപാര സ്ഥാപനത്തിന്റെയും തറനിരപ്പിലും അധികമായി ഉയർത്തിയാണ് സ്ലാബുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. സ്ലാബുകളുടെ ഇടയിൽ വിടവുള്ളതിനാൽ കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാനും സാധ്യത ഏറെയാണ്. കൂടാതെ പലയിടങ്ങളിലും സ്ലാബുകളുടെ അഭാവം വലിയ അപകട ഭീഷണി ഉയർത്തുന്നു. സ്ലാബ് ഇട്ടതിൽ ചില സ്ഥലങ്ങൾ മാത്രം ഒഴിച്ചിട്ടിരിക്കുന്നത് രാത്രി സമയങ്ങളിൽ ഇതുവഴി നടന്നു പോകുന്നവർ അപകടത്തിൽപ്പെടാനും കാരണമാകും. സ്ലാബുകളുടെ ഇടയിലെ വിടവിൽ വാഹനങ്ങളുടെ ടയർ കുടുങ്ങുന്നതും റോഡ് നിരപ്പിൽ നിന്നും അധികമായി ഉയർത്തിയ സ്ലാബുകളിൽ വാഹനങ്ങൾ ഇടിക്കുന്നതും പതിവാണ്. ഇതോടെ ഓട നിർമ്മാണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മാലിന്യം ശേഖരിക്കാൻ എത്തിച്ച ആധുനിക വേസ്റ്റ് ബിന്നുകൾ മൂന്നാർ പഞ്ചായത്ത് കവാടത്തിൽ തുരുമ്പെടുത്ത് നശിക്കുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ വാങ്ങിയ ബിന്നുകളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. മൂന്നാർ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയെ തുടർന്നാണ് ആധുനിക വേസ്റ്റ് ബിന്നുകൾ സജ്ജമാക്കി വിവിധയിടങ്ങളിൽ സ്ഥാപിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ കുപ്പിയുടെ ആകൃതിയിലുള്ള ബിന്നുകൾ നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾ പലത് പിന്നിട്ടെങ്കിലും ബിന്നുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ല. വെയിലും മഴയുമേറ്റ് ഈ ബിന്നുകൾ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ இந்த பெட்ரோல் பேனில் இருந்துட்டு நமக்கு வந்துட்டு இந்த வேஸ்ட் எல்லாம் கலெக்ட் பண்ணதுக்கு வேண்டிட்டு
ஃபெடரல் பேங்க்லேருந்து ஒரு ஃபாண்ட்ஸ் எடுக்க வேண்டிட்டு வேஸ்ட்டு பாட்டில் செய்கிறதுக்கு வேண்டிட்டு இங்கே ஒரு ஃபண்டு கொடுத்துருக்காங்க. அந்த ஃபண்டு வந்து கொடுத்து இந்த வேஸ்ட்டு பாட்டில் செஞ்சு ஒரு 2 மாத காலம்லாம் ஆயிடுச்சு. இப்போ வரைக்கும் ஆச்சு. நமக்கு இந்த வேஸ்ட் பாட்டில் அந்தந்த இடத்துல வச்சு இந்த வேஸ்ட்டை கலெக்ட் பண்ணுறதுக்கு மூணார் பஞ்சாயத்து வந்து தயாராகலை. அதனால இந்த பொதுமக்கள்லாம் வேஸ்ட்டை எங்கே போடணும்னு தெரியாமல் எல்லா இடத்துலையும் வீசிக்கிட்டு இருக்காங்க. உடனடியாக இந்த வேஸ்ட் பாட்டில் வைக்கக்கூடிய இடத்துல வச்சு വേസ്റ്റ് കളക്ട് பண்ணி നല്ല മുറയിൽ കൊണ്ടുപോകുന്ന മാത്രം കേട്ടുകൊള്ളുന്നു. മൂന്നാറിനെ മാലിന്യമുക്തമാക്കാൻ ആരംഭിച്ച പദ്ധതി തുടക്കത്തിൽ തന്നെ പാളിയതോടെ ടൗണിലും പരിസര പ്രദേശങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. രാജകുമാരി കുരുവിള സിറ്റിയിൽ ജനവാസ മേഖലയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്കാണ് രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിച്ചത്. സെപ്റ്റിക് ടാങ്ക് മാലിന്യം സമീപത്തെ കിണറിലേക്ക് ഒഴുകിയിറങ്ങി വെള്ളവും ഉപയോഗശൂന്യമായി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കുരുവിള സിറ്റിക്കും രാജകുമാരി നോർത്തിനുമിടയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയത്. പ്രദേശവാസികളായ കല്ലിങ്കൽ ശാന്ത, സജീവൻ എന്നിവരുടെ കൃഷിയിടത്തിലേക്കാണ് മാലിന്യം നിക്ഷേപിച്ചത്. സമീപത്തെ 3 കുടിവെള്ള സ്രോതസ്സിലും മാലിന്യം കലർന്നു. ഇങ്ങനെയെല്ലാം പിള്ളേരും ഇതായ ആൾക്കാരും എല്ലാം ഞങ്ങൾ ഈ കുടിവെള്ളം ഉപയോഗിക്കുന്നതാണ്. ഇത് കാണാകാലങ്ങളായിട്ടുള്ള ഇതാണ്. ആരോ രാത്രിയിൽ ഈ മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ തള്ളി ആ കിണറിലും ഇവിടെ 3 കിണറുണ്ട്. ആ 3 കിണറിലും കൊണ്ടുവന്ന് അവിടെ റോഡിലേക്ക് ആ സ്ഥലം ഞങ്ങളുടെ വഴി കണ്ടു കഴിഞ്ഞിട്ട് ആ വഴിയിലേക്ക് തള്ളിച്ച് പോയി. അതിപ്പോൾ ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്കെല്ലാം കൂടെ ഞങ്ങളുടെ 5-8 വീട്ടുകാർ ഇവിടുന്ന് തലച്ചോടയിലാണ് കൊണ്ടുപോകുന്നത്. അതെല്ലാം ആകെപ്പാടെ ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തി. പ്രദേശത്തും കുടിവെള്ളത്തിനും ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. 10ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുടങ്ങിയ അവസ്ഥയാണ് നിലവിൽ. ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ വണ്ടിയിലായിരിക്കും കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴുക്കി വിട്ടിട്ട് പോയി. 3 കിണറ്റിലെ വെള്ളം ഫുള്ള് പോയി. ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക. പറമ്പും മൊത്തം പോയി. ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കുടിവെള്ളവും ഇല്ല. ആകെ പ്രശ്നമായി. ആരോ കക്കൂസ് മാലിന്യം കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾ കുഞ്ഞു കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇപ്പൊ വെള്ളം കൂടി കുത്തിയെന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ CCTV-കൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ടിന് സമീപം ശുചിമുറി മാലിന്യം കുളത്തിൽ തള്ളിയതായി പരാതി. ശാന്തൻപാറ ബോഡിമെട്ടിന് സമീപമുള്ള തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാലിന്യം തള്ളിയത്. 15ഓളം തൊഴിലാളി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കുളമാണിത്. രാത്രിയുടെ മറവിൽ കുടിവെള്ള സ്രോതസ്സുകളിലും മറ്റും ശുചിമുറി മാലിന്യം തള്ളുന്ന ഒരു മാഫിയ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആരോപണം. ഈ കക്കൂസ് മാലിന്യം ഒഴുക്കിയ സ്ഥലത്ത് തന്നെയായിരുന്നു കുടിവെള്ളത്തിനായിട്ട് ഏകദേശം 15 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കിണറിലേക്കാണ് ഈ മാലിന്യങ്ങൾ വന്നടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 15ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളമില്ലാതായി മാറിയിരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഒരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കുമെല്ലാം ഇത് ഒഴുക്കിവിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ശാന്തൻപാറ പോലീസ് CCTV അടക്കമുള്ള സംവിധാനങ്ങൾ ശാന്തൻപാറ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട നടപടികൾ എടുക്കും. തോട്ടം ഉടമ ഷിബു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. ഇതേ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇവിടെ വന്ന് ഈ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തട്ടി കുടിവെള്ളത്തിൽ കലർത്തി. അപ്പോൾ ഞങ്ങൾ 10-15 തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടായ ഒരു രീതിയാണ്. അപ്പോൾ ഞങ്ങളത് കംപ്ലൈൻറ്റ് പഞ്ചായത്തിലും പോലീസിലും കൊടുത്ത് ഇവർ അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. ഇതായത് നല്ല സഹകരണം അവരുടെ നിന്നും ഉണ്ടാകുന്നു. സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന നഗരസഭാ മൈതാനത്തോട് ചേർന്നുള്ള വൈദ്യുതി ട്രാൻസ്ഫോമർ കാടുപടലങ്ങൾ കയറി അപകടാവസ്ഥയിൽ. നഗരസഭയോ വൈദ്യുതി വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിന് എതിർവശത്താണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിന്റെ പരിസരങ്ങൾ നാളുകളായി കാടുപടലങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. മഴ പെയ്തതോടെ വള്ളിപ്പടർപ്പുകൾ ഉൾപ്പെടെ വലിയ തോതിൽ ട്രാൻസ്ഫോമറിലേക്ക് വളർന്നു പന്തലിച്ചു. ഇത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. നഗരസഭയോ വൈദ്യുതി വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കൗൺസിലർ തങ്കച്ചൻ പുരിയിടം പറയുന്നു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കോമ്പൗണ്ടിൽ തന്നെ നിൽക്കുന്ന ഈ ട്രാൻസ്ഫോമർ മഴക്കാലം
ആയി ആ ട്രാൻസ്ഫോമറിൻ്റെ പരിസരത്ത് അതിലേക്ക് ധാരാളം ചെടികളും പട്ടികളും എല്ലാം കയറി അപകട സാധ്യത ഏറി നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇവിടെ നമുക്കറിയാം ശകലം തെളിവുള്ള സമയങ്ങളിൽ, മഴയില്ലാത്ത സമയങ്ങളിൽ ധാരാളം കുട്ടികൾ വിനോദത്തിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ എത്തുന്നു. അപ്പോൾ ബോളൊക്കെ അങ്ങോട്ട് പോയാൽ ഓടിപ്പോയി ചിലപ്പം എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ഒരു അപകടം ഉണ്ടാകുന്നത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയുണ്ടാകുന്നില്ല. കാരണം ട്രാൻസ്ഫോമർ മുഴുവൻ കാട് മൂടി അതിന് ചെടിപടലങ്ങൾ കയറിയിട്ട് മൂടി. അതൊന്ന് നീക്കം ചെയ്യാനോ അത് ശ്രദ്ധിക്കാനോ KC ബോർഡിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ഇത് നഗരസഭയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ആരെങ്കിലും വിട്ട് ഇത് വൃത്തിയായിട്ട് ഈ കളകളെല്ലാം വെട്ടി മാറ്റേണ്ടതാണ്. ഈ മഴക്കാലത്തോടനുബന്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. പക്ഷേ എന്നാൽ ഇതുവരെയും KC ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ നഗരസഭയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ട്രാൻസ്ഫോമറിന്റെ പരിസരത്തേക്ക് പടർന്നു പിടിച്ച കാടുപടലങ്ങൾ സമീപത്തെ ജനറേറ്റർ റൂമിലേക്കും വളരുന്ന സ്ഥിതിയാണുള്ളത്. നിരവധി ആളുകൾ നഗരസഭാ മൈതാനത്ത് കായിക പരിശീലനത്തിന് എത്തുന്നുണ്ട്. ഇവർക്ക് ഉൾപ്പെടെ ഭീഷണിയായിട്ടാണ് ട്രാൻസ്ഫോമറിന്റെ പരിസരങ്ങളിൽ കാടുപടലങ്ങൾ വളരുന്നത്. അധികൃതർ അടിയന്തരമായി ഇത് വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് UP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ അധ്യാപക രക്ഷകർതൃ സമ്മേളനവും ബോധവൽക്കരണ ക്ലാസും നടന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് മാത്യു, B.Ed പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ ലിജോമോൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് ഫാദർ തോമസ് കണ്ടത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MC ലഹരി ഒരു വൈരി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നയിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലേക്ക് വീണ്ടും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വണ്ടിപ്പെരിയാർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കൂടിയായ നജീബ് ഇല്ലത്തുപറമ്പിലിന് പ്രവർത്തകർ സ്വീകരണം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് S. അൻപുരാജ്, M. ആന്റണി, യൂത്ത് വിംഗ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഏകോപന സമിതി ഇടുക്കി ജില്ലയുടെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും വണ്ടിപ്പെരിയാറിന്റെ പ്രിയ ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ അവർകളെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്ന വേളയിൽ തൊടുപുഴയിൽ നടന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന വേളയിൽ ചെറിയൊരു സ്വീകരണം യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗമായി നൽകുകയാണ്. വണ്ടിപ്പെരിയാർ മേലെ ഗൂഡല്ലൂർ ജുമാ മസ്ജിദിലേക്കുള്ള പാതയിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുകിപ്പോകുന്നതിനുള്ള നടപടികളുമായി അധികൃതർ. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി വണ്ടിപ്പെരിയാർ മേലെ ഗൂഡല്ലൂർ ജുമാ മസ്ജിദിലേക്കുള്ള പാതയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് പതിവായിരുന്നു. ഇത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനും കാരണമായി. ആനമഴയാണ് ഒഴുകി പോകുന്നത്. അതുകൊണ്ട് കടയിൽ വരുന്നവർ ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്. പള്ളി പോകുന്ന വഴിയാണ്. വിഷയം ഗ്രാമപഞ്ചായത്തിൽ അറിയിക്കുകയും ഗ്രാമപഞ്ചായത്ത് അംഗം രഹനാസിന്റെ നേതൃത്വത്തിൽ കാനയുടെ ഒരു ഭാഗം വൃത്തിയാക്കി മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. മാലിന്യങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. GK പന്നാങ്കുഴി രചന നിർവഹിച്ച ഇടവത്തുടി എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. പച്ചയായ കർഷകന്റെ കഥ പറയുന്ന ഇടവത്തുടി സംവിധാനം ചെയ്തിരിക്കുന്നത് നന്ദൻ മേനോനാണ്. കാഞ്ഞിരപ്പള്ളി അമല പ്രൊവിൻസിന്റെ അമല വോക്സ് ബാനറിൽ സിസ്റ്റർ എലിസബത്ത് സാലി CMC-യാണ് ഇടവത്തുടി നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് അന്യമാകുന്ന പച്ചയായ കർഷകനെയും കൃഷിരീതികളുമാണ് ഇടവത്തുടിയിലൂടെ സംവിധായകൻ നന്ദൻ മേനോൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കാച്ചിക്കായിക്ക് നിന്നെക്കാട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അന്നേരപ്പം നീ അങ്ങ് വാശിക്ക് നീറ്റിക്കുമല്ലേ. എന്നും ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ? ഈ മുറ്റത്തും തൊടിയിലും നിറച്ചും നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ. അവർക്കൊന്നും ഇല്ലടാ, പാവങ്ങളാ. ഞാൻ അതിലെ പോകുമ്പം അവൾ വിശന്ന് കൂത്തിരിക്കുന്ന കാണുമ്പം എനിക്ക് സങ്കടം വരും. കൃഷ്ണേട്ടൻ വല്ലതും തരുമ്പോഴാ വയറ് നിറയുന്നേ. കൃഷ്ണേട്ടൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ വിശന്ന് ചത്തുപോവും. മക്കൾ അവന്റെ കൂടെ പോയി പുറത്തു. അവൻ നേരുള്ള കൃഷിക്കാരനാ. എന്റെ കൊച്ചിനെ അവൻ പൊന്നുപോലെ നോക്കിക്കോളൂ. ഇന്നാള് വന്ന കപ്ലങ്ങപ്പഴം ഇല്ലായിരുന്നോ? അതിന് നല്ല രുചിയായിരുന്നേ. ഇത് ചുമന്ന തൊലിയനാ, അതാ ഇത്രയും നല്ല രുചി. അതെ, ഇന്നാള് നമ്മളെ സേവസാറിന്റെ അവിടെ ചെന്നപ്പോ ഒരു കപ്പ തന്നില്ലേ, നല്ല കറുത്ത കണ്ണം കപ്പ. എടാ വാസു, ജോണി ഓടി വാടാ, കള്ളനെ പിടിച്ചടാ. ഇത്തിരി ഇല്ലാത്തൊരു കൊച്ചു കൊതി കൊണ്ടൊരു കപ്പക്കിഴങ്ങ് എടുത്തപ്പോ അതിനെ പിടിച്ച് കള്ളനാക്കിയിരിക്കുന്നു.
നമ്മുടെ മക്കൾക്ക് കപ്പ പുഴുങ്ങി കൊടുത്താൽ ഓക്കാനം. ഇവനാ എഞ്ചിനീയർ ജേക്കബ് പുന്നൂസിന്റെ മോനാന്നേ. സ്വർണ്ണ ബിസ്ക്കറ്റ് പുഴുങ്ങി തിന്നാൻ ആസ്തിയുള്ളവനാ. കൃഷ്ണേട്ട നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയതാണോ? നമ്മുടെ സ്വന്തമാ. നീയേ നമ്മുടെ കൊച്ചിനൊരു ഇച്ചിരി ചെണ്ടക്കപ്പയും കാന്താരി ഉണ്ടാക്കി അതിനെന്താ ഉണ്ടാക്കി കൊടുക്കാലോ. അവന്റെ പേരെന്താ? ഇടവത്തുടി താളം കൊട്ടി ഇടനെഞ്ചിലൊരീണം മീട്ടി ഇടവത്തുടി ഷോർട്ട് ഫിലിം GK പൊന്നാങ്കുഴിയുടെ രചനയിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഇനി കട്ടപ്പനയുടെ പരിസര പ്രദേശങ്ങളിലും കട്ടപ്പനയിലുമുള്ള അഭിനയ പ്രതിഭകൾ എല്ലാവരും തന്നെ ഈ പ്രൊജക്റ്റിലുണ്ട്. ഇവരെല്ലാം കൂട്ടി ഏറ്റവും വലിയ സന്തോഷം ചിലമ്പൻ ചേട്ടനെ ഒരിക്കൽ കൂടി വീണ്ടും നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ചിലമ്പൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ആവേശമാണ് പുള്ളിക്ക്. ഇതിൽ ഒരു ചെറിയ കഥാപാത്രമാണ് ചിലമ്പൻ ചേട്ടനുള്ളത്. പക്ഷേ അത് അഭിനയിച്ചു ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴത്തേക്കും തീർന്നുപോയി എന്നുള്ളൊരു പരാതിയിലാണ് ചിലമ്പൻ ചേട്ടൻ മടങ്ങിപ്പോയിട്ടുള്ളത്. ഭയങ്കര രസമായിരുന്നു. ടോട്ടലി വർക്ക് എല്ലാ ടീമിനും എൻ്റെ നന്ദി പറയുന്നു. എല്ലാവരും ഇടവത്തുടി കാണണം, പ്രോത്സാഹിപ്പിക്കണം. രചന നിർവഹിച്ച GK പന്നാങ്കുഴിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കപ്പ എന്താണ് മണ്ണ് കൂട്ടി നടുന്നേ? കുഴി നട്ടാലും പോരെ? കുഴി കുത്തി നടുമ്പോ മണ്ണിന് ഭാരം കൂടും. അപ്പൊ കിഴങ്ങിന് നന്നായി വളരാൻ പറ്റിയല്ല. മണ്ണ് കൂന കൂട്ടി നടുമ്പോ ഇളക്കമുള്ള മണ്ണിൽ കിഴങ്ങ് നന്നായി വളരും. അച്ചായി ചേനക്കും ചേമ്പിനൊക്കെ ചെവി ഉണ്ടോന്നേ? അച്ഛൻ പറയുന്നതൊക്കെ ആർക്കും കേൾക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അമല വോക്സിന് വേണ്ടിയിട്ട് ഈ വർഷം ചെയ്ത ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമാണ് ഇടവത്തൊടി എന്നുള്ളത്. ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം കർഷകനും കൃഷിയും, കൃഷിയുടെ മാഹാത്മ്യവും, കർഷകന്റെ നന്മയും, അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് പുതിയ ഒരു അറിവ് നൽകുന്ന, പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചെടുക്കാൻ പഴയ ആൾക്കാർക്ക് എല്ലാം ഒരു തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണ് ഇതിനെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് എടുത്തിരിക്കുന്നത്. കർഷകന്റെ വിലയും വിയർപ്പും കാണാത്ത സമൂഹം കോടികളുടെ ബിസിനസ്സിന് പുറകെ പോകുമ്പോഴും കർഷകൻ മണ്ണിൽ വിയർപ്പൊഴുക്കുന്നതിനാലാണ് അന്നം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നാം മറക്കരുതെന്ന് ഇടവത്തുടി ഓർമ്മിപ്പിക്കുന്നു. എടി ആനി, നിനക്കിവിടെ എന്നാ ജോലി? അവനെ കൺട്രോൾ ചെയ്ത് വളർത്തണം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവനെ കൺട്രോൾ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിരാഹാരവാ. പകല് മുഴുവൻ അയാളുടെ കൂടെ പാടത്തും പറമ്പിലും നടന്ന് ഉറക്കത്തിൽ പോലും പാവലിന്റെയും കപ്പയുടെയും ഒക്കെ കാര്യം വച്ചേക്കാൻ പറയുന്നത്. ഞാനിപ്പോൾ എന്നാ ചെയ്യണം? കോടികളുടെ പ്രൊജക്റ്റ് ഉപേക്ഷിച്ച് കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കണമെന്നാണോ പറയുന്നത്? എൻ്റെ ചായ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവനെ നമുക്ക് നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ കട്ടപ്പനയിലെ പ്രിയപ്പെട്ട കലാകാരന്മാർ വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഈ സംരംഭത്തിലൂടെ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് നാടിൻ്റെ നന്മയെ, പ്രത്യേകിച്ച് കൃഷിയുടെ മാഹാത്മ്യം വിളിച്ചു പറയുന്ന ഒരു നല്ല പ്രമേയം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ചാരിതാർത്ഥത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശശി നാരായണനാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റർ ഫിലോസ് പീറ്റർ, ഗാനരചന മാത്യൂസ് മറ്റപ്പള്ളി, ബിനോയ് ജോസഫാണ് സംഗീതം, പശ്ചാത്തല സംഗീതം, ആലാപനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. സിജു ചക്കുമൂട്ടിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. എബിൻ എബ്രഹാം സഹസംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. GK പന്നാംകുഴി, ചിലമ്പൻ, മാത്യൂസ് മറ്റപ്പള്ളി, സിജു ചക്കുമൂട്ടിൽ, അനീഷ് ആനന്ദ്, നിരഞ്ജൻ മേനോൻ, റീനു റോയി, ജയ ശിവകുമാർ, ഡോക്ടർ ചിപ്പിമോൾ ജെയിംസ്, നെഫി സൂസൻ, സിജു ആൽബർട്ട്, ഷിബിൻ അർജുൻ, ലിബിൻ ജോസഫ്, നെസിൻ സോജൻ, സന്തോഷ് പാതയിൽ, അഖിൽ എന്നിവരാണ് വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാ, ഇനി കഴിച്ചിട്ട് മതി. ഞാൻ കഴിക്കാൻ പോവാ. എന്നാ ഒരു ടേസ്റ്റ് അമ്മേ. നല്ല ഐസ്ക്രീം പോലെ അലിഞ്ഞു പോയി. നല്ല ബട്ടർ തിന്നുന്ന പോലെ ഉണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. RNS സ്പൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 96, വിൽപ്പനയ്ക്ക് വന്നത് 25,283, വിൽപ്പന നടന്നത് 25,192. കൂടിയ വില 2,709, ശരാശരി വില 2,333. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 665 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 125, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,700 രൂപ, വെള്ളി 97. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ന്റെ രാജിനിർദ്ദേശം തള്ളിയ തൊടുപുഴ നഗരസഭാ അധ്യക്ഷനുള്ള പിന്തുണ പിൻവലിച്ച LDF. നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ രാജി CPM ആവശ്യപ്പെട്ടത് കൈക്കൂലി കേസിൽ വിജിലൻസ് പ്രതി ചേർത്തതോടെ. രാജിയില്ലെന്ന് പ്രഖ്യാപിച്ച ചെയർമാനെതിരെ സമരം ചെയ്യുമെന്നും LDF നേതൃത്വം. കരുണാപുരം കൂട്ടാറിലെ കയ്യേറ്റ ഭൂമിയിലുള്ള CPയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നടപടി ആരംഭിക്കുന്നു. അനധികൃത കെട്ടിടം ഒഴിപ്പിക്കാൻ ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും. ഇടുക്കിയിൽ വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കു മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുകളും അന്വേഷിക്കണമെന്ന UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ജില്ലയിൽ പട്ടയം ലഭിക്കുവാനുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യം. ഈ വർഷവും ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിലെ UP സ്കൂൾ കുട്ടികൾ പഠനത്തിന് ഫീസ് നൽകണം. LPക്കും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും UP വിഭാഗം പ്രവർത്തിക്കുന്നത് അൺഎയ്ഡഡായി. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതീക്ഷിച്ചിരുന്നത് ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കുമെന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.